ചരിത്രത്തിന്റെ വിരിമാറിലൂടെ ഒരു യുഗം നടന്നു നീങ്ങുകയായിരുന്നു. അടങ്ങാത്ത പോരാട്ടങ്ങളുടെയും വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസത്തിന്റെയും കനൽ വഴികൾ പിന്നിട്ട് പേർഷ്യൻ മണ്ണിലെ ആ സിംഹഗർജനം ഇന്ന് നിശബ്ദമായിരിക്കുന്നു. ലോകം ശ്വാസമടക്കി കേൾക്കുന്ന ഒരു പേര്, ആയത്തുള്ള സയ്യിദ് അലി ഖമേനി. വിപ്ലവത്തിന്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇറാന്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുകയാണ്. ആരായിരുന്നു അദ്ദേഹം? വെറുമൊരു ഭരണാധികാരിയായിരുന്നില്ല. മഷ്ഹദിലെ ലളിതമായ ചുറ്റുപാടിൽ നിന്നും ഷാ ഭരണകൂടത്തിന്റെ കിരാതവാഴ്ചയ്ക്കെതിരെ വിപ്ലവത്തിന്റെ തീപ്പന്തമായവൻ. സാമ്രാജ്യത്വത്തിന്റെ തടവറകളിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു, അടിമത്തമില്ലാത്ത ഒരു ലോകം. 1979 ആയത്തുള്ള ഖുമൈനിക്കൊപ്പം നിന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വിപ്ലവത്തിന്റെ 2ാം അധ്യായമായിരുന്നു ഖമേനി. ലോകം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കാൽക്കീഴിൽ അമർന്നപ്പോൾ ആ തേറ്റകൾക്ക് മുന്നിൽ പതറാതെ നിന്ന ഏക കരുത്ത്. സയനിസ്റ്റ് ഭീകരതയ്ക്കും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനുമെതിരെ അദ്ദേഹം ഉയർത്തിയ വിരൽ ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. അറേബ്യൻ മണ്ണിലെ പല ഭരണാധികാരികളും അമേരിക്കയുടെ വെറും വിനീത വിധേയരായ അടിമകളായി മാറിയപ്പോൾ ആ തടവറകളെ ഭേദിച്ച ഏക സിംഹമായിരുന്നു ഖമേനി. മരണമില്ലാത്ത പ്രതിരോധം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മതം. ഒറ്റ കൈകൊണ്ട് വിപ്ലവത്തിന്റെ കടിഞ്ഞാൺ പിടിച്ച ആ വൃദ്ധൻ ലക്ഷക്കണക്കിന് ഹൃദയങ്ങളുടെ അത്താണിയായിരുന്നു. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കിയവർക്ക് മുന്നിൽ അദ്ദേഹം പുഞ്ചിരിച്ചു. എന്നാൽ ഇന്ന് ആ പുഞ്ചിരി മാഞ്ഞിരിക്കുന്നു. തന്റെ ജനതയെ അനാഥമാക്കി അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. മഷ്ഹദിലെ തെരുവുകൾ ഇന്ന് കരയുകയാണ്. ടെഹ്റാനിലെ കാറ്റിൽ ഇന്ന് വിലാപമാണ്. പോരാട്ടത്തിന്റെ ഒരു പുസ്തകം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ അതിലെ അക്ഷരങ്ങൾ ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികളിൽ ഇനിയും പടരും. അലി ഖമേനി, അദ്ദേഹം വെറുമൊരു വ്യക്തിയല്ല, ഒരു ചരിത്രമാണ്. സിംഹങ്ങൾ വിടവാങ്ങുമ്പോഴും വനം അവർക്ക് കാവലിരിക്കും. ആ പോരാട്ടം അവസാനിക്കുന്നില്ല. ഭീകരതയുടെയും അടിമത്തത്തിന്റെയും ലോകത്ത് അദ്ദേഹം ബാക്കിവെച്ച വിപ്ലവത്തിന്റെ വിത്തുകൾ ഇനിയും മുളയ്ക്കും. വിട വിപ്ലവത്തിന്റെ പടനായകന്, വിട.